ചടങ്ങുകളിൽ അനൌദ്യോഗിക ചിഹ്നങ്ങൾ വേണ്ട. ഗവർണർക്ക് കത്ത് നൽകി മുഖ്യമന്ത്രി. വീണ്ടും കാട്ടാനക്കലി. നിലമ്പൂരിലെ ആദിവാസി യുവാവിന് ദാരുണാന്ത്യം. നമസ്കാരം. ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട 10 വാർത്തകളുമായി ജനയുഗം ഓൺലൈൻ മോജോ ന്യൂസിലേക്ക് സ്വാഗതം. ഔദ്യോഗിക ചടങ്ങുകളിൽ അനൌദ്യോഗിക ചിഹ്നങ്ങൾ ഒഴിവാക്കണമെന്ന് ചൂണ്ടിക്കാട്ടി സംസ്ഥാന സർക്കാർ ഗവർണർക്ക് കത്ത് നൽകും. രാജ്ഭവനിലെ പരിപാടികൾ ഭാരതാംബയുടെ ചിത്രം ഉപയോഗിക്കുന്നത് സർക്കാരും ഗവർണറും തമ്മിലുള്ള ഏറ്റുമുട്ടലിന് വഴിയൊരുക്കുന്ന സാഹചര്യത്തിലാണ് നടപടി. ഇന്നു ചേർന്ന മന്ത്രിസഭാ യോഗം ഇക്കാര്യം ചർച്ച ചെയ്യുകയും കത്ത് നൽകാൻ മുഖ്യമന്ത്രിയെ ചുമതലപ്പെടുത്തുകയുമായിരുന്നു. രാജ്ഭവനിൽ നിന്ന് ഭാരതാംബയുടെ ചിത്രം നീക്കില്ലെന്ന ഗവർണർ ഉറച്ച നിലപാട് സ്വീകരിച്ച് മുന്നോട്ടു പോകുമ്പോഴാണ് സർക്കാർ നടപടി. നിലമ്പൂരിൽ കാട്ടാന ആക്രമണത്തിൽ ആദിവാസി യുവാവിന് ദാരുണാന്ത്യം. മുണ്ടേരി വാണിയമ്പുഴ ഊരിലെ ബില്ലിയെയാണ് കാട്ടാന ആക്രമിച്ചത്. താൽക്കാലികമായി കുടിൽ കെട്ടി താമസിക്കുന്ന സ്ഥലത്തു നിന്ന് 100 മീറ്റർ അകലെ വെച്ചാണ് ബില്ലിക്ക് നേരെ കാട്ടാനയുടെ ആക്രമണം ഉണ്ടായത്. രാവിലെ 11 മണിക്ക് കൂൺ ശേഖരിക്കാൻ പോയ ബില്ലിയെ കാണാതായതിനെ തുടർന്ന് വീട്ടുകാർ തിരച്ചിൽ നടത്തിയപ്പോഴാണ് വനപാതയോട് ചേർന്ന് മൃതദേഹം കണ്ടെത്തിയത്. കഴിഞ്ഞ 2 ദിവസമായി ഇവരുടെ ഷെഡിന് സമീപം വന്ന കൊമ്പൻ ഭീതി പരത്തിയിരുന്നു. ഈ കൊമ്പൻ തന്നെയാണ് ആക്രമിച്ചതെന്നാണ് കരുതുന്നത്. കനത്ത മഴയും കാറ്റും തുടരുന്ന സാഹചര്യത്തിൽ ഇടുക്കി, തൃശൂർ, വയനാട് ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി പ്രഖ്യാപിച്ചു. ഇടുക്കി, തൃശൂർ ജില്ലകളിൽ പ്രൊഫഷണൽ കോളേജുകൾ അടക്കമുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി ബാധകമാണ്. വയനാട്ടിൽ പ്രൊഫഷണൽ കോളേജുകൾക്ക് അവധിയില്ല. ഭീകരാക്രമണത്തിന് ശേഷം നടക്കുന്ന അമർനാഥ് തീർത്ഥയാത്ര ആരംഭിക്കുന്നതിന് മുന്നോടിയായി സുരക്ഷാ സംവിധാനങ്ങൾ ശക്തിപ്പെടുത്തി കശ്മീർ പോലീസ്. തീർത്ഥാടകർക്ക് സുഗമവും സുരക്ഷിതവുമായ യാത്ര ഉറപ്പുവരുത്താൻ പല തലങ്ങളിലായി ക്രമപ്പെടുത്തിയ സുരക്ഷാ സംവിധാനമാണ് ഒരുക്കിയിരിക്കുന്നതെന്ന് പോലീസ് മേധാവി VK ബിർദി അറിയിച്ചു. ഹലോ, ഫുൾ A+. കൺഗ്രാചുലേഷൻസ്. മിടുക്കിയാട്ടോ. പൈലറ്റ് ആവണമെന്ന് പറയണേ. അവളുടെ ആഗ്രഹമല്ലേ, അവള് പറക്കട്ടെ. അതിന് പുറത്തേക്ക് വിട്ട് പഠിപ്പിക്കണ്ടേ? ചെലവ് എത്രയാന്ന്? അതിന് അപ്പ കടന്നു ഓടിയിട്ട് കാര്യമില്ല. KSFEയുടെ പുതിയ ഹാർമണി ചിട്ടി ചേരണം ഇപ്പൊ തന്നെ. കണ്ണടച്ചു തുറക്കും മുമ്പ് അവളുടെ +2 കഴിയില്ലേ. കടം വാങ്ങാതെയും സ്ഥലം വിൽക്കാതെയും കുട്ടികളെ പഠിപ്പിക്കാം. KSFE ഹാർമണി ചിട്ടികൾ. പൈലറ്റെ, സിംഗപ്പൂരിന് പറക്കാനുള്ള ഒരു യോഗം വരുന്നുണ്ട്. KSFE ഹാർമണി ചിട്ടിയിൽ ചേരുന്ന 100 ഭാഗ്യശാലികൾക്ക് സിംഗപ്പൂർ യാത്ര സൗജന്യം. KSFE ഈ നാടിന്റെ ധൈര്യം. കേന്ദ്രാവിഷ്കൃത വിദ്യാഭ്യാസ പദ്ധതിയായ PM ശ്രീയിൽ ഒപ്പിടില്ലെന്ന് വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടി. PM ശ്രീ നടപ്പാക്കുന്നത് കേന്ദ്ര വിദ്യാഭ്യാസ നയത്തിൽ ഒപ്പിടുന്നതിന് തുല്യമാണെന്നും മന്ത്രി പറഞ്ഞു. പദ്ധതി നടപ്പാക്കുന്നത് സംബന്ധിച്ച് വിവിധ സംഘടനകളുമായി ചർച്ച നടത്തിയതിനു ശേഷമാണ് മന്ത്രി ഇക്കാര്യം അറിയിച്ചത്. ABVP ഒഴികെ മറ്റുള്ളവർ ഒപ്പിടരുതെന്ന നിലപാടാണ് എടുത്തതെന്നും മന്ത്രി പറഞ്ഞു. സാങ്കേതിക തകരാറിനെ തുടർന്ന് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ അടിയന്തരമായി ഇറക്കിയ F-35B ബ്രിട്ടീഷ് യുദ്ധവിമാനം എയർ ഇന്ത്യയുടെ ഹാങ്ങറിലേക്ക് മാറ്റുമെന്ന് ബ്രിട്ടീഷ് ഹൈക്കമ്മീഷൻ വക്താവ് അറിയിച്ചു. വിമാനം സുരക്ഷിതമായി ഹാങ്ങറിലേക്ക് വലിച്ചു കൊണ്ടുപോകുന്നതിനുള്ള പ്രത്യേക ഉപകരണം എത്തിക്കും. ഇതിന്റെ സഹായമില്ലാതെ വലിച്ചു മാറ്റിയാൽ കൂടുതൽ തകരാറുകൾക്ക് സാധ്യതയുണ്ട്. അറ്റകുറ്റപ്പണി എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കാനുള്ള ശ്രമത്തിലാണെന്നും വക്താവ് പറഞ്ഞു. അറ്റകുറ്റപ്പണി നടത്തേണ്ട 40 അംഗ ബ്രിട്ടീഷ് വിദഗ്ധ സംഘം വരും ദിവസങ്ങളിൽ എത്തും. ഉപകരണവും വിദഗ്ധരും എത്തിയ ശേഷം വിമാനം ഹാങ്ങറിലേക്ക് മാറ്റാനാണ് തീരുമാനം. ഈ അധ്യയന വർഷം മുതൽ 10ാം ക്ലാസ്സിൽ 2 ഘട്ടമായി വാർഷിക പരീക്ഷ നടത്താൻ CBSE. ആദ്യ പരീക്ഷ ഫെബ്രുവരിയിലും രണ്ടാം പരീക്ഷ മെയ്യിലുമായിരിക്കും. മാർക്ക് മെച്ചപ്പെടുത്താൻ താല്പര്യമുള്ള വിദ്യാർത്ഥികൾക്ക് മെയ്യിൽ നടക്കുന്ന 2ാം ഘട്ട പരീക്ഷ എഴുതാം. ആദ്യത്തെ പരീക്ഷ നിർബന്ധമായും എല്ലാ വിദ്യാർത്ഥികളും എഴുതണം. ഒരു തവണ മാത്രമായിരിക്കും ഇന്റേണൽ അസസ്മെന്റ്. ആദ്യ പരീക്ഷയുടെ ഫലം ഏപ്രിലും രണ്ടാമത്തെ പരീക്ഷാ ഫലം ജൂണിലും പ്രസിദ്ധീകരിക്കും. 2ാം ഘട്ട പരീക്ഷ ഓപ്ഷണൽ ആയിരിക്കുമെന്ന് CBSE അറിയിച്ചു. ഉത്തരാഖണ്ഡിലെ
ലണ്ടനിലെ കുമയൂൺ സർവകലാശാലയുടെ സുവർണ ജൂബിലി ആഘോഷങ്ങളിൽ പങ്കെടുക്കുന്നതിനിടെ ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻഖർ ബോധരഹിതനായി. പ്രസംഗത്തിനു ശേഷം ഉപരാഷ്ട്രപതി വേദിയിൽ നിന്നിറങ്ങിയപ്പോൾ സദസ്സിലിരുന്ന പാർലമെന്റിലെ തന്റെ മുൻ സഹപ്രവർത്തകൻ മഹേന്ദ്ര സിംഗ് പാലിന്റെ സമീപത്തേക്ക് എത്തുകയായിരുന്നു. കുറച്ചുനേരം പരസ്പരം സംസാരിച്ച ശേഷം ധൻഖർ മഹേന്ദ്ര സിംഗ് പാലിനെ കെട്ടിപ്പിടിച്ച് തോളിലേക്ക് ചാഞ്ഞു. ബോധരഹിതനായ ഉപരാഷ്ട്രപതിക്ക് മെഡിക്കൽ സംഘം പ്രാഥമിക ശുശ്രൂഷ നൽകി. ഓപ്പറേഷൻ സിന്ധുവിന്റെ ഭാഗമായി ഇന്ന് തിരിച്ചെത്തിയത് 36 മലയാളികൾ. ഇസ്രയേലിൽ നിന്നാണ് 296 പേരടങ്ങുന്ന സംഘം ഇന്ന് തിരികെ എത്തിയത്. ഇതുവരെ 67 മലയാളികൾ ഉൾപ്പെടെ 890 ഇന്ത്യക്കാരെ ഇസ്രയേലിൽ നിന്ന് തിരികെ എത്തിച്ചു. ഡൽഹിയിലെത്തിയ മലയാളികൾക്ക് കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് എന്നീ വിമാനത്താവളങ്ങളിലേക്ക് യാത്രാ സൗകര്യം ഒരുക്കി. ഇറാനിലെ ആണവ കേന്ദ്രങ്ങൾക്കു നേരെ അമേരിക്ക നടത്തിയ ആക്രമണത്തിൽ കാര്യമായ നാശനഷ്ടങ്ങൾ സംഭവിച്ചതായി വ്യക്തമാക്കുന്ന ഉപഗ്രഹ ദൃശ്യങ്ങൾ പുറത്ത്. ആക്രമണത്തിന് മുൻപും ശേഷവുമുള്ള ഫോർദോ, നതാൻസ്, ഇസ്ഫഹാൻ എന്നിവിടങ്ങളിലെ ആണവ കേന്ദ്രങ്ങളുടെ ദൃശ്യങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. US ആക്രമണത്തിൽ ആണവ കേന്ദ്രങ്ങൾ തകർക്കപ്പെട്ടെന്ന പ്രസിഡന്റ് ട്രംപിന്റെ അവകാശവാദങ്ങൾ ശരിവെക്കും വിധത്തിലുള്ളതാണ് ദൃശ്യങ്ങൾ. ജനയുഗം ഓൺലൈൻ മോജോ ന്യൂസിലൂടെ വീണ്ടും കാണാം. കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി ജനയുഗത്തിന്റെ വെബ്സൈറ്റ്, യൂട്യൂബ് ചാനലുകൾ സന്ദർശിക്കുക.